ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കിണ്ണത്തപ്പമായിട്ടാണ്. കിണ്ണത്തപ്പം എന്നോ അല്ലെങ്കിൽ അപ്പം എന്നൊക്കെ എന്ത് വേണമെങ്കിലും പറയാം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തലേദിവസം ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ചോറ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുത്തിട്ടുള്ള ചോറ് തന്നെയാണിത്. ഇത് ഏകദേശം 2 കപ്പോളം ഉള്ള ചോറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് റൈസ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇന്ന് ഞാൻ മട്ടരി വെച്ചിട്ടുള്ള ചോറ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇത് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഞാൻ ബാച്ചായിട്ടാണ്, അതായത് പകുതി വെച്ചിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത്. അപ്പോഴാണിത് നന്നായിട്ട് അരഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അര ഭാഗത്തിനേക്കാളും അല്പം മേലെ ഭാഗത്തോളം ഈ ഒരു ചോറ് നിറച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂണോളം ഉള്ള വെള്ളം കൂടെ ചേർക്കുക. സാധാരണ വെള്ളം തന്നെയാണ്, തണുത്തതോ ചൂടുള്ളതൊന്നും വേണമെന്നില്ല. അതുപോലെ ചോറും തണുത്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയിടണം. ഇനി ഞാൻ ബാക്കിയുള്ള ചോറും കൂടെ ബാച്ചായിട്ടൊന്ന് അരച്ചെടുത്ത് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള 2 കപ്പ് ചോറ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് പഴമാണ്. അത് നിങ്ങൾക്ക് റോബസ്റ്റ് പഴം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നേന്ത്രപ്പഴം, ഏത് പഴം വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ചെറുപഴം ആണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു റോബസ്റ്റ് പഴം പോലത്തെ ഒരു പഴം എടുത്തിട്ട് അത് മിക്സിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് പഴം ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾക്ക് ചോറ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പഴം കൂടെ ചേർക്കുമ്പോൾ ഇതിനൊരു എക്സ്ട്രാ ഫ്ലേവർ ആണെന്ന് മാത്രം. അപ്പോൾ ഞാൻ പഴം ഈ ഒരു പരുവത്തിന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു, എങ്കിൽ പോലും അതിങ്ങനെ കുറച്ചൊരു വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആ റൈസിൽ അടിച്ചു വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ചേ ചേർക്കാവൂ. ഞാനിപ്പോൾ ഇവിടെ ചോറ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്തത്. എന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു കാര്യം കൂടെ ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഉള്ള കോൺഫ്ലവർ ആണ്. നിങ്ങൾക്ക് കോൺഫ്ലവറിന് പകരം മൈദ ചേർക്കാം, അരിപ്പൊടി ചേർക്കാം, ഗോതമ്പ് പൊടി ചേർക്കാം, ഇതെല്ലാം ചേർക്കാം. നമ്മളിത് ചേർക്കുന്നത് നമ്മൾ ആ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഞാനിന്നിപ്പോൾ കോൺഫ്ലവർ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഈ കോൺഫ്ലവറിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വെള്ളം പോലെ ഇരിക്കും ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പം. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ശർക്കരപ്പാനി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഏകദേശം 1 കപ്പോളം ഉള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ശർക്കരയ്ക്ക് ഞാൻ 1/2 കപ്പോളം ഉള്ള വെള്ളേ ചേർക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു ശർക്കര പാനി നല്ല തിക്കായിട്ട് വേണം കിട്ടാനായിട്ട്. ഒത്തിരി വെള്ളം പോലെ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടി വെള്ളം കുറച്ച് ശർക്കര കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ചൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഈ ഒരു ശർക്കരപ്പാനിയുടെ ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശർക്കരപ്പാനിയുടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ചോറും പഴത്തിൻ്റെ ആ ഒരു മിക്സും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പൊക്കെ ഫ്ലെയിം ഓഫാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായിട്ടൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഇതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്ന ഒരു സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കോൺഫ്ലവറൊക്കെ കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ചിരുന്നത് കൊണ്ട് കോൺഫ്ലവറൊക്കെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് താഴെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് വെള്ളം മാത്രമേ അതിനകത്ത് പോകത്തുള്ളൂ, ബാക്കിയെല്ലാം ഈ ഒരു പാത്രത്തിൽ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം.
ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ലോയിലോട്ട് മാറ്റാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം എങ്ങനെയാണ് വെക്കാമെന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കാര്യത്തിന് ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കും. പിന്നെ ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലോട്ട് ഇടും, ഇടയ്ക്ക് മീഡിയത്തിലോട്ട് ഇടും. അത് നമ്മുടെ ഒരു നമുക്കറിയാൻ പറ്റും. അതിങ്ങനെ അടി പിടിക്കുന്ന ഒരു സമയമൊക്കെ പോലെ തോന്നുവാണെങ്കിൽ അതൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ ഒരു മീഡിയത്തിലോട്ട് മാറ്റുക. അങ്ങനെയൊക്കെ ഒന്ന് മാറ്റി ഇട്ടാലാണ് പെട്ടെന്ന് ആവത്തുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 2 ഏലക്കയുടെ കുരു അത് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിനകത്തോട്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം, കാരണം നെയ്യ് കൂടുന്തോറും സ്വാദ് കൂടുമല്ലോ. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 ടീസ്പൂണോളമുള്ള നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു കിണ്ണത്തപ്പം ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് കറക്റ്റ് ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ ഒഴുകി നടക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ നമുക്കിത് നന്നായിട്ട് ഡ്രൈ ആവുന്നത് പോലെ തോന്നും. ആ ഒരു സമയത്ത് നിങ്ങൾ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 1/2 ടീസ്പൂൺ ആണെങ്കിലും നെയ്യ് ചേർക്കാം. അല്ലാതെ ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഒരെണ്ണം ചേർക്കണം എന്നൊന്നുമില്ല. അതുപോലെ തന്നെയാണ് നെയ്യ്ക്ക് പകരം എന്തെന്നുള്ളത്. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഞാൻ അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി എങ്ങനെ പറയുക, അടി പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയൊരു സമയത്ത് ഞാൻ അല്പം കൂടെ നെയ്യ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം കശുവണ്ടി, ഞാൻ ഏകദേശം ഒരു 7-8 കശുവണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലൊന്ന് ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത് നന്നായിട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അതിങ്ങനെ ഒഴുകി നടക്കുന്ന ആ ഒരു പരുവന്നെയാണ്. നമ്മൾ ഈ ചക്കടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാം. സാധാരണ കിണ്ണത്തപ്പം നമ്മൾ ആവിയിലൊക്കെയാണ് വേവിക്കുക. ഇത് നമ്മളൊരു ഹൽവ പോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പാത്രം എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ ചായയൊക്കെ വെക്കുന്ന ഒരു കുഴിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും, ചോറും പാത്രത്തിൽ വരെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് അല്പം നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ ആ ഒരു മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് കശുവണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുന്തിരിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു മാവ് ഒഴിക്കുന്നത്. ഇനി ഞാനിതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുക്കുന്നുണ്ട്. ആ സ്പൂൺ ഒന്ന് നെയ്യിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പുറം ഭാഗം കൊണ്ട്, അതായത് സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ സ്പൂണിലൊന്നും ഒട്ടിപ്പിടിക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ലെവൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ അല്പം കൂടെ ബാക്കി ഞാൻ എടുത്ത് വെച്ചിരുന്ന കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇത് സെറ്റ് ആവുന്നത് വരെ ഒന്ന് മാറ്റി വെക്കണം. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു 20 മിനിറ്റോളാണ് എടുത്തിരുന്നത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇതാ ഇപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സൈഡുകളിലൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നിങ്ങൾക്കിത് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു 15-20 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിക്കുകയാണെങ്കിലും അതും നല്ല രുചിയാണ്. ഇതാ അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നോക്കിക്കേ, നല്ല അടിപൊളി കിണ്ണത്തപ്പം ഇവിടെ റെഡിയാണ്. നല്ല പഞ്ഞി പോലെയാണ് ഈ കിണ്ണത്തപ്പം ഇരിക്കുന്നത്. ശരിക്കും നമ്മളൊരു ഹലുവ കഴിക്കുന്ന പോലെ തന്നെയാണ്. ഇങ്ങനെ ജെല്ലി പോലെയായിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ചോറൊക്കെ വീട്ടിൽ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യും എന്നൊക്കെയാണ് ഓർത്തിരിക്കാറ്. ഈ ഒരു ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഈ ഒരു നൂലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു റെസിപ്പിയാണിത്, കിണ്ണത്തപ്പം എന്ന് പറയുന്നത്. ഇത് ഈസിയാണ്. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കും ഈ ഒരു കിണ്ണത്തപ്പം. അത്രയും രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.